പ്രത്യേകിച്ച് പാൽപ്പായസം. അങ്ങനെ ദിയാകൃഷ്ണയുടെ 2026 ഓണാഘോഷമാണ് വിഷയം. അവരെ ഫാമിലി അടക്കം ഓണാഘോഷിക്കാൻ വന്നിരിക്കുന്നു. അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ സവിശേഷത, അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ അവരുടെ ഒരു സ്വാർത്ഥ മനോഭാവം, ഒരു ഡോമിനേഷൻ സ്വഭാവം അവരുടെ മകനിലായാലും അവരുടെ ഹസ്ബൻഡിലായാലും ഉണ്ട്. കുറച്ചൊക്കെ അവരുടെ അച്ഛനിലും ഉണ്ട്. അവരുടെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അവരുൾപ്പെടെയുള്ള 4 പെൺമക്കളുടെ അച്ഛനാണെങ്കിൽ പോലും അവരെപ്പോഴും പറയാൻ ശ്രമിക്കാറുണ്ട് അച്ഛൻ്റെ ചായയാണ്. അച്ഛന് കുറച്ചും കൂടി, ശരിക്കും പറഞ്ഞാൽ അവരുടെ അച്ഛന് ഏറ്റവും സ്നേഹം ഈ ഓസിയോട് തന്നെയാണ്. ഓസിയുടെ ആ പ്രസവ സമയത്തൊക്കെ ആ അച്ഛൻ്റെ ഒരു പാമ്പറിങ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ അച്ഛൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡ് മകൻ എന്നുള്ള ഒരു സ്വാർത്ഥതയുടെ ലോകത്ത് തന്നെയാണ് അവർ. അപ്പോൾ ഹസ്ബൻഡ് എന്ത് കഴിക്കണം, ഹസ്ബൻഡ് എന്ത് ഇടണം, ഹസ്ബൻഡ് എന്ത് ഇഷ്ടപ്പെടണം, ഹസ്ബൻഡ് മാതാപിതാക്കളുടെ അടുത്തേക്ക് എപ്പോൾ പോകണം, എത്ര സമയം അവിടെ ഇരിക്കണം എന്നൊക്കെയുള്ള ആ റിജിഡായിട്ടുള്ള ഒരു വട്ടത്തിൻ്റെ ഉള്ളിലാണ് അവർ ആ ബന്ധങ്ങളെയൊക്കെ നിർത്തുന്നത്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കുന്നവരാവണം എന്നുള്ളൊരു അതിൻ്റെ ഭാഗമായിട്ട് ഒരു സദ്യ ഉണ്ടുമ്പോൾ പരിപ്പ് വിളമ്പാൻ വന്ന ആളോട് അശ്വിന് പരിപ്പ് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് അത് എൻ്റെ ഇഷ്ടമല്ല, എനിക്ക് പരിപ്പ് വേണം എന്ന് പറഞ്ഞ് വാങ്ങി കഴിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇനിയും അവരുടെ അമ്മയ്ക്ക് പരിപ്പ് ഇഷ്ടമല്ലാതിരുന്നൊരു സമയവും അമ്മ ഇപ്പോൾ ദാ പരിപ്പ് കഴിക്കുന്നു എന്നതൊക്കെ അവർ പറയുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എനിക്ക് പരിപ്പ് വേണം. ഞാൻ പൊതുവെ പരിപ്പ് കഴിക്കാൻ കണ്ടില്ല. സാമ്പാർ ഞാൻ എൻ്റെ അമ്മയും വലിയ പരിപ്പ് ഫാൻസല്ല. പക്ഷെ അമ്മയിൽ നിന്ന് പരിപ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പരിപ്പാണെങ്കിൽ പുളിശ്ശേരിയാണോ? അമ്മ പരിപ്പാണോ പുളിശ്ശേരിയാണോ ചെയ്യുന്നത്? അമ്മ പക്ഷെ പരിപ്പ് കഴിക്കില്ലല്ലോ. നമ്മൾ ബോധർ ചെയ്യും. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത സാധനം നമ്മൾ വാങ്ങില്ല, നമ്മൾ ഇഷ്ടമുള്ള സാധനം കഴിക്കും. നമ്മുടെ അടുത്തിരിക്കുന്ന ഭർത്താവ് അവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു കഴിച്ചോട്ടെ, അല്ലെങ്കിൽ ഇത് ഇഷ്ടമില്ലാത്ത ആളല്ലോ പിന്നെ എന്തിനാ ഇപ്പോൾ വാങ്ങിച്ചു കഴിച്ചേ, അല്ലെങ്കിൽ അമ്മ പരിപ്പ് ഇഷ്ടപ്പെടാത്ത ആളാണല്ലോ പിന്നെ എന്താ കഴിച്ചത് എന്നുള്ള രീതിയിലൊക്കെ അവർ ആ ഒരു സർക്കിൾ വരയ്ക്കുന്നിടത്ത് അവരുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും അവർ ഏറ്റവും നിബന്ധനയും ചിട്ടയും സ്വാർത്ഥതയും ഉള്ള ആളാണ് ബന്ധങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്. ഇനി അവരുടെ മകനെ ഭർത്താവിൻ്റെ വീട്ടുകാരധികം കൊഞ്ചിക്കാൻ പാടില്ല, ലാളിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ അവർ എഴുതപ്പെടാത്ത ചില നിയമങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മകനെ അമ്മ എന്ന് വിളിക്കുന്നത് മകൻ തന്നെ മാത്രമായിരിക്കണം. ഭാവിയിലെത്തി അവനിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണ്. ഭാവിയിൽ അവൻ്റെ അമ്മായിയമ്മയെ പോലും അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും അപ്പോൾ ഞാൻ ആരടാ നിൻ്റെ എന്ന്. അപ്പോൾ അവരുടെ ആ സ്വാർത്ഥതയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ മകൻ ഭാവിയിൽ ഒരു കല്യാണം കഴിച്ച് ആ കുട്ടിയുടെ അമ്മയെ അമ്മാന്നോ അമ്മൂമാന്നോ എന്തെങ്കിലും വിളിച്ചോട്ടെ, അതൊക്കെ അവൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അവനൊരു വ്യക്തിയാണ് എന്ന് പോലും കൺസിഡർ ചെയ്യാത്തൊരു ആളാണ് ദിയ. എന്തായാലും ദിയ പായസത്തിനെ പറ്റിയിട്ട്, അതായത് ദിയയുടെ പായസത്തിൻ്റെ ഇഷ്ടങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളവരുടെ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. അവരുടെ ചേച്ചി പറയുന്നുണ്ട്, അതായത് ഹാന പറയുന്നുണ്ട് എൻ്റെ 3 സിസ്റ്റേഴ്സിനും പായസം ഇഷ്ടമല്ല, അവർ ജനിച്ചേപ്പിൻ്റെ പായസം കുടിച്ചിട്ടില്ല. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്റെ അനിയത്തിമാർക്ക് പായസം ഇഷ്ടമല്ല, അവരവരുടെ ജീവിതത്തിൽ പായസം കഴിച്ചിട്ടില്ല. അത് ഓസി ഇഷാനിയെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഇഷാനി ഓസിയും കൂടി ഹൻസിക്കാനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഇഷ്ടമല്ല, കുഴപ്പമില്ല, പായസത്തിന്റെ അത്രയും കുഴപ്പമില്ല. പായസം അയ്യോ ഞാൻ ജനിച്ചിരുന്നവരെ കഴിച്ചിട്ടില്ല. ഞാനും ഇഷാനി ഹൻസിക്കും ടേസ്റ്റ് പോലും ചെയ്തിട്ടില്ല. പായസത്തോടെ ഞാൻ സത്യം പറഞ്ഞ കഴിക്കൂല, എനിക്ക് ഒട്ടും പറ്റില്ല. കണ്ടല്ലോ, ഇത്രയും പായസ വിരോധികളാണ് കേട്ടോ ഈ 3 സഹോദരിമാരെ. ഹാന വെച്ച് ബാക്കിയുള്ള ആരും പായസം കുടിക്കില്ല, പായസം ഇഷ്ടമല്ല. ദിയ തന്നെ എന്തോ കഴിച്ചിട്ട് ഒമിറ്റ് ചെയ്യാൻ പറഞ്ഞ പോലെ കാണിക്കുന്നുണ്ട്. ഇത് പായസമായിരുന്നെങ്കിൽ ഇങ്ങനെ പോലും ഞാൻ ടേസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പായസം എന്നുള്ള സാധനം ഒരുവിധം ഒരു 90% ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ 3 സഹോദരിമാർ ജനിച്ചപ്പോൾ മുതൽ പായസം കഴിക്കുന്നില്ല? അതിൻ്റെ കാരണമായിട്ട് ഹാന പറയുന്നൊരു കാരണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതായത് ദിയയുടെ ഇഷ്ടമില്ലായ്മ തൊട്ടടുത്തുള്ള താഴെയുള്ള അനിയത്തിയായി ഇഷാനിയെ സ്വാധീനിച്ചു, ഇഷാനിയുടെ ഇഷ്ടമില്ലായ്മ ഹൻസികയെ സ്വാധീനിച്ചു. അങ്ങനെ 3 പേർക്കും പായസം ഇഷ്ടമില്ലാതായി മാറി. ഇങ്ങനെ പായസത്തിൻ്റെ കടുത്ത വിരോധം സോഷ്യൽ മീഡിയയിൽ പ്രകടിപ്പിക്കുകയും അതേസമയം തന്നെ സദ്യയ്ക്ക് 3 തരം പായസം ഉണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം പാലടയാണെന്ന് പറയുന്ന ആ ഞെട്ടിക്കുന്ന വിവാദ വീഡിയോ. ഇനി അതിനുപരി അവരുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട് തനിക്ക് ഏതാ ഇഷ്ടമെന്ന് അവർ ചോദിക്കുമ്പോൾ അവരുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട് പാലട വേണ്ട എനിക്ക് പിരിയുമെന്ന്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാട്ടോ. പ്രത്യേകിച്ച് പാൽപ്പായസം.
അശ്വിൻ പായസത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ ആ 3 തരം പായസം ഉണ്ട്, എനിക്ക് പാലട എന്തായാലും വേണം. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഓർമ്മയില്ലല്ലോ ഇത്ര വലിയൊരു തള്ള അവർ ജീവിതത്തിൽ അവർ ജനിച്ചേ പിന്നെ പായസം കുടിച്ചിട്ടില്ല എന്ന്. എന്നാൽ ഇപ്പോഴെങ്കിലും പറയണ്ടേ, ഞാനൊരു പായസ വിരോധിയായിരുന്നു, ഞാൻ പായസം ടേസ്റ്റ് ചെയ്യാറ് പോലും ഇല്ല, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുമായിരുന്നു. പക്ഷേ ഏത് സ്റ്റേജിലാണ് അവർ, പക്ഷേ അവർ ഗർഭിണിയായിരുന്നപ്പോഴോ എങ്ങനെ ഏത് സമയത്താണ് അവർ ഇത്രയും പായസം ലവറായി മാറിയെന്ന് പോലും അവരൊരു പശ്ചാത്താപത്തോടു കൂടി ഒരു കാര്യം പറയുന്ന പോലും ഇല്ല. അല്ലെങ്കിൽ എനിക്ക് പായസം ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, ഇപ്പം ഞാൻ പായസത്തിൻ്റെ ഒരു അഡിക്റ്റാണ്, എനിക്ക് പാലട പ്രത്യേകിച്ച് ഇഷ്ടമാണ്, അങ്ങനെ ഒരു സെൻറ്റൻസ് പോലും അവരതിൽ പറയുന്നില്ല. അവരതൊക്കെ മറന്ന മട്ടാണ്. പെട്ടെന്ന് ഇനിയിപ്പോൾ ഇൻ കേസ് അവർ ഗർഭിണിയായിരുന്നപ്പോഴൊക്കെ നമ്മുടെ ആ ഒരു ടേസ്റ്റ് ഹോർമോണൽ ചേഞ്ച് അനുസരിച്ചുള്ള പല അഭിരുചികളും നമുക്ക് വ്യത്യസ്തമായിട്ടുണ്ടാവാം. ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ പായസം ഇഷ്ടപ്പെട്ടതാവാം. പക്ഷേ അശ്വിനെ സംബന്ധിച്ചിടത്തോളം അശ്വിൻ സത്യസന്ധമായിട്ട് പറയുന്നത് വേണ്ട പിരിയും. അശ്വിൻ ഒരു സെലിബ്രേഷന് വരെയാണ്, അതിൻ്റെ ഭാഗമായിട്ട് അവർ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അടിച്ചിട്ടുണ്ടാവും, അത് എന്തായാലും അശ്വിൻ ഒളിച്ചു വയ്ക്കുന്നില്ല. അങ്ങനെ അവർ ഒരു പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന്, ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ. പായസം ഇഷ്ടേ അല്ല, ഏറ്റവും വെറുപ്പുള്ളൊരു സാധനം 3 തരമുണ്ട് എന്ന് പറഞ്ഞ് ആർത്തിയോടെ വാരി സദ്യയിൽ കഴിക്കുകയാണ്. അത് ഭർത്താവിൻ്റെ ഇഷ്ടം ചോദിക്കുമ്പോൾ ഭർത്താവ് പറയുന്നുണ്ട് പിരിയുമെന്ന്. എന്തായാലും കൂടുതലായിട്ട് അവരുടെ ആ ഒരു ബിസിനസ് മൈൻഡ്, അവരുടെ ആ ഒരു ആഭരണ പ്രൊമോഷൻ കൂടി ഈ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കാണാം. ഇന്നലെ ഞാൻ ഫുഡിനും ഉപയോഗിച്ച് മാല എടുത്തു. എവിടെയാ അമ്മയുടെ മാല കാണിച്ചത്? ഇത് ഉപയോഗി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, കുറവംകുളം അല്ലേ? എനിക്ക് ഈ കമ്മലെ പറ്റുമോ? എനിക്ക് അതിന്റെ മുകൾ നല്ല സ്റ്റിക്കില്ലേ, ആ അമ്മയും മക്കളും ഓസിയുടെ ആ ഒരു ഓസി ആഭരണ കളക്ഷൻ ഭംഗിയായിട്ട് അതിൻ്റെ പ്രൊമോഷൻ നിർവഹിച്ചു. ആ അമ്മ ഉൾപ്പെടെ ആ കമ്മല് കണ്ടില്ലേ ഓസി, ഈ കമ്മല് എനിക്ക് ആ പിന്നെ അങ്ങനെയായ കാരണം എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് സിന്ധുഷയെ സംബന്ധിച്ച് അവരുടെ ആ ഒരു അമ്മ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച് ആ അമ്മ അനിയത്തിയുടെ മകളുടെ കൂടെയാണ്, അവർ തമ്മിൽ തന്നെ ചേരാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. മകൾ വേറെ, ആ കുട്ടി വേറെ താമസം മാറാൻ ഒരുങ്ങുന്നു. അപ്പോൾ ആ അമ്മയുടെ മാനസിക നില എന്താണ്, ആ അമ്മ ഓണമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ള ആകാംക്ഷ സെൻറ്റിമെൻറ്റ്സ് ഒന്നും അവരെ സംബന്ധിച്ചിടത്തില്ല. അവർ ലിവ് ഇൻ പ്രസൻറ്റ്. അമ്മയുടെ ഇത് ഇനി അച്ഛനെ അവർ പൈസ കിട്ടും അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അത് കിട്ടുന്ന അവസാന നിമിഷം വരെ അവർ അച്ഛനെ നോക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ആ അച്ഛൻ്റെ സ്വത്ത് അമ്മ കൃത്യമായിട്ട് പേരക്കുട്ടിയുടെ പേരിലേക്ക് അനന്തരാവകാശിയായിട്ട് വെച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഒന്നും അവിടെ നിന്ന് കിട്ടാനില്ല. അപ്പോൾ പിന്നെ ഒരുപാട് ഗോസിപ്പുകൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലൊക്കെ ഉണ്ടായി. എന്നാൽ പോലും അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളൊന്നും അവർക്കില്ല. അവർ വളരെ സന്തോഷവതിയായിട്ട്. അപ്പോൾ അവർ ലിവ് ഇൻ പ്രസൻ്റാണ്. നൈബേഴ്സിൻ്റെ കുത്തുവാക്കുകൾ കേൾക്കണ്ട, അവരത്തരം ലോകത്തു നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന ആളുകളാണെന്ന്. സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നെറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യണം. ഏറ്റവും മോർണിംഗിലുള്ള ബെഡ് കോഫി മുതൽ ജിമ്മ്, അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ഷൂട്ട്, അവരുടെ ഡാൻസ് പെർഫോമൻസ്, അവരുടെ ബ്യൂട്ടി പാർലർ, മാനിക്യൂർ, പെഡിക്യൂർ, ഫേഷ്യല്, സ്പെഷ്യലായിട്ട് അവർ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അവർ സന്ദർശിക്കുന്നത്, അവരുടെ ഫ്രൂട്ട്സ് കഴിക്കൽ, അവരുടെ വൈകുന്നേരത്തെ ഡിന്നർ. അപ്പോൾ ഓൾ ഇൻ ഓൾ ഫ്രം മോർണിംഗ് ടു നൈറ്റ് അവർ കിടക്കുന്ന ആ ഒരു സമയം വരെ അവർ ഈ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നതാണ്. അത് മാക്സിമം അതാണ് അവരുടെ ഇൻകം. അവർ 4 പേരും, ഈ അമ്മയും 3 പെൺകുട്ടികളും അച്ഛനും, അമ്മയും 4 പെൺകുട്ടികളും അച്ഛനും, ആ ഒരു പെൺകുട്ടിക്ക് ഫാമിലി ഉണ്ട്, ഭർത്താവും കുഞ്ഞും. അതിലവർ ആഭരണ കളക്ഷൻ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഈ മില്യൺസ് ഓഫ് വ്യൂ. നമ്മൾ ഒരുപാട് പേര് നെറ്റ് ചാർജ് ചെയ്തിട്ട് ഈ കൃഷ്ണകുമാറും മക്കളും, പ്രത്യേകിച്ച് ദിയാകൃഷ്ണയുടെ വീഡിയോ വന്നാലും സിന്ധുകൃഷ്ണയുടെ വീഡിയോ വന്നാലും അഹാനയുടെ വീഡിയോ വന്നാലും ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കും. ആ മില്യൺസ് ഓഫ് വ്യൂ അവർക്ക് കൊടുക്കുന്ന 10, 15, 20 മന്ത്ലി ഇൻകം, ലക്ഷം മന്ത്ലി ഇൻകമാണ് അവരുടെ ജീവിതം പോർട്രേറ്റ് ചെയ്യണത്. അതവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവർ ഒരു ഓണം സെലിബ്രേഷൻ്റെ വീഡിയോയിൽ അവരുടെ ആഭരണ കളക്ഷനും കൂടി കണ്ടില്ലേ, ഇത് അമ്മയുടെ മാല, ഇത് അനിയത്തിയുടെ മാല, എന്തുമാത്രം ശ്രദ്ധയോട് കൂടിയിട്ടാണ് അവരുടെ ബിസിനസ് ചെയ്യുന്നത്. അവരുടെ ലൈഫാണത്. ആ ലൈഫിൻ്റെ
ഒരു ചിത്രീകരണം ഒരു 10 20 അല്ലെങ്കിൽ അരമണിക്കൂറോ മാത്രം നമ്മൾക്ക് കാണിച്ചു തരുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ്. ഈ ഓസിയുടെ ഈ വീഡിയോയിൽ അവൾ പായസം മുമ്പ് കഴിക്കില്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ കഴിക്കുന്നത് പറഞ്ഞു, പരിപ്പ് ഇപ്പോൾ കഴിക്കില്ല പറഞ്ഞു, ആഭരണത്തിൻ്റെ പ്രൊമോഷൻ, ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴും അവർ വലുതാവുന്നത്, അവരുടെ ജീവിതം അവർ ഫ്ലറിഷ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെയാണ്. അവർക്ക് സ്വപ്നം ഇപ്പോൾ ഒരു പ്രൈവറ്റ് ജോലി, അവരെ സംബന്ധിച്ചിടത്തോളം അവരാരും ഗവൺമെൻറ് ജോലിക്കാരല്ല. അപ്പോൾ പ്രൈവറ്റ് ജോലി ചെയ്യുമ്പോൾ ഒരാൾക്ക് ഇൻഡിവിജ്വലായിട്ട് മാക്സിമം കിട്ടാൻ പോകുന്നത് ഇനിയിപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഒരു 30,000 രൂപ കിട്ടുന്നത് ഇപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏകദേശം ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും 30 ലക്ഷം കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. പ്രൊമോഷനൊക്കെ വേറെ, ആഭരണത്തിൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നത് വേറെ, അല്ലാതെയുള്ള ഷൂട്ടുകൾക്ക് കിട്ടുന്നത് വേറെ, പരസ്യമുണ്ടെങ്കിൽ അത്, പിന്നെ സാരിയുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നത് വേറെ. അപ്പോൾ അവരുടെ ഒരു ലൈഫ് നോക്കൂലേ, ബാക്കിയുള്ളവരുടെ ലൈഫിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാവിലെ എണീക്കേണ്ട, ജോലിക്ക് പോകേണ്ട, കൃത്യമായിട്ടുള്ള ആരുടെയും നിന്ന് വഴക്ക് കേൾക്കേണ്ട ടാർഗറ്റ് ഇല്ല. ഇതൊന്നുമില്ലാതെ അവരിങ്ങനെ ഒരു സ്പെഷ്യൽ ലൈഫാണ്, അവർ കഴിക്കുന്ന ആഹാരവും ഒരു VIP ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ വേറെ ഒരു ഫാമിലിയും ഫുൾ അംഗങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇത്രയും അച്ഛനും മക്കളും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ആ വീഡിയോ തന്നെ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. ഈ 3 സോഴ്സിൽ നിന്നും അവർക്ക് കിട്ടുന്ന വരുമാനം, ഇതിനൊക്കെ അവർക്ക് ആരെങ്കിലും PRO ഉണ്ടായിരിക്കും, അതിനുള്ള മാനേജർമാരുണ്ടായിരിക്കും, ഡ്രൈവർ ഉണ്ടായിരിക്കും, അവർക്കൊക്കെ കൊടുക്കുന്ന ഇൻകം എല്ലാം ഉൾപ്പെടെ അവരുടെ ലൈഫ് വരച്ച് കാണിക്കുന്നത് അവർ സോഷ്യൽ മീഡിയയിലാണ്. അതിലെ ചെറിയ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെയാണല്ലോ അവർക്ക് ഇത് കൂടുതൽ സന്തോഷമാണ്. കാരണം ഓരോ റിയാക്ഷൻ വീഡിയോസും അവരുടേതായിട്ടുള്ള ക്ലിപ്പുകളൊക്കെ ഇടുമ്പോൾ അത് അവർക്ക് കൂടുതൽ പ്രൊമോഷനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ വളരുന്നു, നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്നുള്ള വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർ ആ വീഡിയോകളൊക്കെ എടുത്തൊരു പക്ഷേ ചിരിക്കുന്നുണ്ടാവും. കുറേയൊക്കെ അനോയിങ്ങായി തോന്നിയാലും അവർ പൊട്ടനും പോയി മണ്ടനും പോയി ബോട്ടും കിട്ടി ഹൈലൈസായി എന്നുള്ളൊരു മൂഡിൽ തന്നെ ആയിരിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.